വയനാട്ടിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ മദ്യം വിതരണം ചെയ്തെന്ന് BJPക്കെതിരെയും പരാതി ഉയർന്നു. പൂതാടി പഞ്ചായത്തിലെ നെയ്ക്കുപ്പ 1-ാം വാർഡിലാണ് ഈ പരാതി ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇത് കുപ്രചരണം എന്നാണ് BJPയുടെ പ്രതികരണം. ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ശരിയല്ല. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആളുകൾക്ക് മദ്യവും ഭക്ഷണവും പണവും കൊടുത്ത് വോട്ട് സ്വാധീനിച്ച് അധികാരത്തിലേക്ക് വരുന്ന സിസ്റ്റം ശരിയല്ല. നിഷ്പക്ഷപാതികളായ ജനങ്ങൾ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിച്ച ചിഹ്നത്തിൽ ആഗ്രഹിച്ച പാർട്ടിക്ക് വോട്ട് ചെയ്യട്ടെ. പക്ഷേ അതില്ലാതാക്കിക്കൊണ്ട് വോട്ട് സ്വാധീനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷണർ ഇടപെട്ട് ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ആ സ്ഥാനാർത്ഥിക്കെതിരെ ആ പാർട്ടിക്കെതിരെ സ്വീകരിക്കേണ്ടതുണ്ട്. പ്രവർത്തനങ്ങൾ കഴിയുന്ന സമയങ്ങളിൽ അതാത് ദിവസത്തെ പാർട്ടി പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടി ഞങ്ങൾ ഈ ഭവനത്തിൽ കൂടാറുണ്ട്. പിന്നെ മറ്റെന്താ സംഭവം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ല. പുറത്തെന്തൊക്കെയോ കുപ്രചരണങ്ങൾ നല്ല രീതിയിൽ അടിച്ചു വരുന്നുണ്ട്. മദ്യം വിതരണം ചെയ്തു എന്ന് പറയുന്നത് ഒരിക്കലും ഈ പാർട്ടി ഓഫീസിൽ മദ്യം വിതരണം ചെയ്തതായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഉന്നതിയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, അവർ സ്വല്പം മദ്യപിക്കുന്നവരൊക്കെ ആയിരിക്കാം. പിന്നെ ഇവിടെ വരുന്നവർക്കൊരു ഗ്ലാസ് കാപ്പി കൊടുക്കുക എന്നൊക്കെ ഞങ്ങളുടെ ഒരു മര്യാദയായിട്ട് അതൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ആരെങ്കിലും മദ്യം കൊണ്ടുവന്നോ എവിടെയെങ്കിലും വെച്ച് കഴിച്ചോ ഞങ്ങളെ ചതിക്കാൻ വേണ്ടി എവിടെയെങ്കിലും മാറി നിന്ന് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചോ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേയല്ല. ഞങ്ങളേതായാലും ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഈ വക യാതൊരു പ്രവർത്തനങ്ങളും നടത്തിയതായിട്ട് ഒരറിവില്ല. പലയിടങ്ങളിലും മദ്യം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമം എന്നുള്ള ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഇന്ന് പുറത്തു വന്ന ആദ്യത്തെ വാർത്ത തിരുനെല്ലിയിലേതാണ്. തിരുനെല്ലിയിൽ മദ്യം വിതരണം ചെയ്യാൻ ശ്രമിച്ചു. നെടുന്തന എന്ന് പറയുന്ന ഒരു ഉന്നതിയുണ്ട്. ആ ഉന്നതിയിൽ ഇന്നലെ രാത്രി എത്തി CPM പ്രവർത്തകർ മദ്യം വിതരണം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ആക്ഷേപമാണ് UDF ഉന്നയിക്കുന്നത്. അർദ്ധരാത്രി എത്തി എന്നുള്ളതാണ് ആക്ഷേപം. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പ്രദേശത്ത് നേരിയ സംഘർഷാവസ്ഥയുണ്ടായി. അതേസമയം ഇത് LDF നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. LDF പറയുന്നത് അവിടെ എത്തിയ UDF പ്രവർത്തകരെ അവിടെ നിന്ന് ഉന്നതിയിൽ ഊരുമൂപ്പനടക്കം അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. അത് തർക്കമുണ്ടായി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ LDF പറയുന്നു.